സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ചാപ്റ്റർ 13 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ. അപ്പോൾ മേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൽപ്പണിക്കാരനാണ് കേട്ടോ വരുന്നത് ഇതിൽ. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൽപ്പണിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ശില്പിയുടെ കഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ സമ്മറിയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. The last stone mason is a story of a sculptor who belonged to a family of artisans where the traditional art was handed down from one generation to another. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? The last stone mason is a story of a sculptor. അപ്പം ഈ ഒരു സ്റ്റോറി ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? A sculptor. Sculpture എന്ന് വെച്ച് കഴിഞ്ഞാൽ ശില്പി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹു ബിലോങ് ടു എ ഫാമിലി ഓഫ് ആർട്ടീഷ്യൻസ്. അവർ ഏതൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്? ഏത് ഫാമിലിയിലാണ് ഇപ്പം നിൽക്കുന്നത്? ദാറ്റ് ഈസ് ആർട്ടീഷ്യൻസ്. അതായത് ആർട്ടീഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരകൗശല വിദഗ്ധരാണ്. അപ്പോൾ ആ ഒരു കരകൗശല വിദഗ്ധരുടെ ഫാമിലിയിൽ പെട്ട ഒരാളാണ് ആര്? നമ്മുടെ ഈ ഒരു കൽപ്പണിക്കാരൻ, ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ. ഓക്കെ, where the traditional art was handed down from one generation to another. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ട്രഡീഷണൽ ആർട്ട്, ഈ ഒരു പാരമ്പര്യ കല എങ്ങനെയാണ് ഹാൻഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കലാസിദ്ധിയാണ് അല്ലേ ഈ ഒരു ശില്പകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓരോ ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട്. അതാണ് ഹാൻഡ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. For generations, the family had been carving statues of gods and goddess for temples. അപ്പം ആ ഒരു ജനറേഷൻസിലൊക്കെ തന്നെ തലമുറകളിലെല്ലാം അവർ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ, ഗോഡ്സ് ആൻഡ് ഗോഡസ് ഫോർ ടെമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കാർവ് ചെയ്യുന്നുണ്ട്. കാർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തുപണി ചെയ്യുക അല്ലേ. ആ ഒരു കല്ലിന് കിട്ടിക്കഴിഞ്ഞാൽ ശില്പി എന്താ ചെയ്യുന്നത്? അത് കൊത്തി അതൊരു ശില്പമാക്കി മാറ്റുന്നത്. അപ്പോൾ അതിനാണ് കൊത്തുപണി, കാർവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജനറേഷന് പരമ്പര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ തലമുറ എന്തായിരുന്നു? ഇങ്ങനെ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ടെമ്പിൾസിൽ, ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു, അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. ദ ഓൾഡ് മേസൺ ഫൗണ്ട് മച്ച് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ഡൂയിങ് സോ. അപ്പം ഈ ഓൾഡ് മേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഴയ ഈ ഒരു കൽപ്പണിക്കാരന്, അതായത് ഇപ്പം നമുക്ക് വരുന്ന ഈ ഒരു കൽപ്പണിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജനറേഷനിലെ അവസാന കണ്ണിയാണ് വരുന്നത്. അപ്പം ഈ ഒരു അവസാന കണ്ണിയായ കൽപ്പണിക്കാരന് ഫൗണ്ട് മച്ച് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഡൂയിങ് സോ. അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മാഭിലാഷവും അല്ലെങ്കിൽ അത്രയ്ക്കധികം സാറ്റിസ്ഫാക്ഷനും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾതോ ഹി ടേൺഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി കാർവ്ഡ് സ്റ്റാറ്റ്യൂസ് ഹി ഡിഡ് നോട്ട് ഏൺ മച്ച് മണി. അപ്പോൾ എന്താണ്? അത്രയ്ക്കും തൻ്റെ കലയോട് അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് അത്രയധികം സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓൾതോ ഹി ടേൺഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി കാർവ്ഡ് സ്റ്റാറ്റ്യൂസ്. അപ്പോൾ അവർ ആ ഒരു കൽപ്പണിക്കാരൻ ഉണ്ടാക്കുന്ന ആ ഒരു പിക്ചറിന് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തിന് സ്റ്റാച്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ അത്രയധികം ഭംഗിയുണ്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് ഏൺ മച്ച് മണി. പക്ഷെ ആ ഒരു വിഗ്രഹത്തിന് അദ്ദേഹം അധ്വാനിച്ച അത്ര മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ദി ലാസ്റ്റ് സ്റ്റോൺ മേസൺ എന്ന ഈ ഒരു കഥയിൽ തലമുറകളായിട്ട് ക്ഷേത്രങ്ങൾക്ക് ദേവീദേവ വിഗ്രഹങ്ങൾ തീർത്ത ഒരു ശില്പകാരനെ മനോഹരമായിട്ട് തന്നെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അയാൾക്ക് എന്താണ്? അത്രയധികം വരുമാനം ഉണ്ടായില്ലെന്നാണ് ഈ ഒരു ഫസ്റ്റ് പേര പറയുന്നത്. But he loved his profession so much that he couldn't think of doing anything else to make more money. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട് അദ്ദേഹത്തിന് അത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു. ബട്ട് ഹീ ലവ്ഡ് ഹിസ് പ്രൊഫഷൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പണിയോട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. സോ മച്ച് ദാറ്റ് ഹീ കുഡിൻ തിങ്ക് ഓഫ് ഡൂയിങ് എനിത്തിങ് എൽസ് ടു മേക്ക് മോർ മണി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പണം സമ്പാദിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുഡിൻ തിങ്ക് ഓഫ് ഡൂയിങ് എനിത്തിങ് എൽസ്. അതായത് പണം മേക്ക് മോർ മച്ച് മണി, പണം സമ്പാദിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തേടാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആ ഒരു ലൈന് പറയുന്നത്. ഹിസ് യങ് സൺ
ഹവെവർ ഹാഡ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ. അപ്പോൾ പക്ഷെ എന്താണ്, അദ്ദേഹത്തിൻ്റെ യുവാവായിട്ടുള്ള ആ ഒരു മകന്, യങ് സൺ, എന്ത് പറ്റി? ഹവെവർ ഹാഡ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ. അവന് മറ്റൊരു ഒപ്പീനിയൻ ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു ഗോഡസിൻ്റെ ഒക്കെ സ്റ്റാച്യൂസ് വിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇത്രയും കുറച്ച് മണിയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ യങ്ങാറായിട്ടുള്ള സണ്ണിന്, അതായത് യുവാവായിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് മേസൻ്റെ മകന് ഇതിൽ തൃപ്തനല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു. എന്താണെന്ന് നോക്കാം. ഹി വാസ് യങ് ആൻഡ് അംബീഷ്യസ് ആൻഡ് റെഫ്യൂസ്ഡ് ടു പെർസ്യൂ ദ ഫാമിലി പ്രൊഫഷൻ. അപ്പം ഈ ഒരു മകൻ എന്തായിരുന്നു? അംബീഷ്യസ് ആയിരുന്നു, അത്രയ്ക്ക് അതിമോഹമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. കൂടാതെ എന്താ, ചെറുപ്പമാണല്ലേ, അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും അവനിൽ പ്രകടമാക്കും. ആൻഡ് റെഫ്യൂസ്ഡ് ടു പെർസ്യൂ ദ ഫാമിലി പ്രൊഫഷന്. റെഫ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരസ്കരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ടു പെർസ്യൂ, കണ്ടിന്യൂ ചെയ്തു പോവാം. അല്ലെ, ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ശില്പവിദ്യ, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ആര് വിസമ്മതിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു ലാസ്റ്റ് മേസൻ്റെ യങ്ങർ സണ്ണിനെ വിസമ്മതിച്ചിട്ടുണ്ട്. He felt that it would be better to relocate to Agra and trade in gifts for tourists which are mass produced in factories. അപ്പോൾ എന്താണ് ആ ഒരു യങ് സണ്ണ് വിചാരിച്ചിട്ടുണ്ട്? ഹി ഫെൽറ്റ് ദാറ്റ്, അല്ലേ, അവനെ ആ ഒരു പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു റീലൊക്കേറ്റ്, അല്ലേ, മാറി താമസിക്കാൻ, അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഗ്രയിലേക്ക് മാറി താമസിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രേഡ് ഇൻ ഗിഫ്റ്റ്സ് ഫോർ ടൂറിസ്റ്റ് വിച്ച് ആർ മാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാക്ടറീസ്. അപ്പോൾ എന്താണ്, ആഗ്രയിൽ വെച്ചിട്ട് വിനോദസഞ്ചാരികൾക്കായിട്ട്, അതാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ, ഫാക്ടറികളിൽ നിർമ്മിച്ച സമ്മാനങ്ങൾ, ഗിഫ്റ്റ്, അതാണ് ഗിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്മാനങ്ങൾ എന്താണ്, വിൽക്കുന്നതാണ് നല്ലതെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ലൈൻ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഒരു മെയ്സൻ്റെ മകൻ അതിമോഹിയായിരുന്നു. അപ്പം അവർക്ക് എന്താണ്, ഈ ഒരു ആഗ്രയിലേക്ക് മാറി അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് സമ്മാനങ്ങൾ, ഫാക്ടറീസിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാസ് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സമ്മാനങ്ങൾ വിൽക്കുന്നതാണ്. അതാണ് ഏൺ മച്ച് മോർ പ്രോഫിറ്റ് നൽകുന്ന കാര്യം അതാണെന്ന് ആ ഒരു യങ്ങർ സൺ വിചാരിച്ചിട്ടുണ്ട്. ദീസ് വർ ക്വിക്ക്ലി സെല്ലിങ് ഐറ്റംസ് ആൻഡ് ആൻ ഇൻഡിവിജ്വൽ കുഡ് മേക്ക് മോർ മണി ഇൻ എ ഷോർട്ട് ടൈം. അപ്പോൾ അതിൽ നിന്ന് അവൻ എന്താ മനസ്സിലായിരുന്നത്? ഇത്തരം സാധനങ്ങൾ ഇവ വേഗത്തിൽ വിൽക്കാവുന്ന ഉൽപ്പന്നങ്ങളാണെന്ന്. അതല്ലേ, ദീസ് വർ ക്വിക്ക് സെല്ലിങ് ഐറ്റംസ്, എന്താണ്, വേഗത്തിൽ വിൽക്കാവുന്ന ഐറ്റംസ്, ഉൽപ്പന്നങ്ങളാണെന്ന്. അതാണ് ഇൻഡിവിജ്വൽ കുഡ് മേക്ക് മോർ മണി ഇൻ എ ഷോർട്ട് ടൈം. അതായത് ഒരു വ്യക്തിക്ക്, അതാണ് ഇൻഡിവിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുഡ് മേക്ക് മോർ മണി ഇൻ എ ഷോർട്ട് ടൈം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ പണം ഈ ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുമെന്ന് അവൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. So he decided to move to Agra, leaving his old father alone. The old mason was saddened by this development. അപ്പോൾ എന്താണ്, he decided to move to Agra. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ളൊരു ചിന്ത ആ മകൻ്റെ ഉള്ളിലുണ്ടായതിനെ തുടർന്ന് തന്നെ ഈ യങ് സണ്ണ് എന്താണ്, ആഗ്രയിലേക്ക് മൂവ് ചെയ്യാണ്, അങ്ങോട്ടേക്ക് പോകാൻ ഡിസൈഡ് ചെയ്യാണ്. ലീവിങ് ഹിസ് ഓൾഡ് ഫാദർ എലോൺ, അതായത് തൻ്റെ അച്ഛനെ ഒറ്റക്കാക്കിയിട്ട്, എലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഒറ്റയ്ക്കാക്കി അല്ലെങ്കിൽ തനിച്ചാക്കി അവൻ ഒറ്റയ്ക്ക് എവിടെ പോകുന്നത്? ആഗ്രയിലേക്ക് താമസം മാറുകയാണ് ചെയ്യുന്നത്, റിലോക്കേറ്റ് ചെയ്യാണ്. ദ ഓൾഡ് മേസൺ വാസ് സാഡൻഡ് ബൈ ദിസ് ഡെവലപ്മെൻറ്റ്. അതായത് പറയാൻ ഈ ഒരു മേസണിന് ഈ ഒറ്റൊരു മകനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെയോ തനിച്ചാക്കി മകൻ ആഗ്രയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന് അവിടെ ഒരു വിഷമം അനുഭവപ്പെടുമല്ലോ. അതാണ് ഈ ഒരു മേസണിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത്, ആഗ്രയിലേക്ക് പോകുന്നതിനെ കൊണ്ട് തന്നെ അച്ഛന് വളരെ സങ്കടം ഉണ്ടായിരുന്നു. He worried that if the entire young generation thought like his son. അപ്പം അദ്ദേഹത്തിന് അതുകൂടാതെ വേറൊരു കാര്യത്തിൽ കൂടെ
വിഷമം വന്നത് എന്തായിരുന്നു? ഹി വറീഡ് ദാറ്റ് ഇഫ് ദ എൻറ്റയർ യങ് ജനറേഷൻ, അതായത് ഈ ഒരു ദുഃഖിതനായിട്ടുള്ള നമ്മുടെ ഈ ഒരു ശില്പി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുണ്ട്. അതായത് എല്ലാ യുവാക്കളും, ദാറ്റ് ഇഫ് ദി എൻറ്റയർ യങ് അല്ലേ ജനറേഷൻസ്, ഈ വരുന്ന എല്ലാ യുവാക്കളും ഈ ഒരു മകനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, തോട്ട് ലൈക്ക് ഹിസ് സൺ, ദർ വുഡ് ബി നോ വൺ ടു പെർസ്യൂ ദ ട്രഡീഷൻ ആൻഡ് ദെൻ ഇറ്റ് വുഡ് സൂൺ ഡൈ. അപ്പം എങ്ങനെയാണ് ഈ മകനെ പോലെ തന്നെ എല്ലാ ജനറേഷനും എല്ലാ യുവാക്കളും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഈ ഒരു പാരമ്പര്യം എന്താണ്, അതിൻ്റെ കണ്ണി മുറിഞ്ഞു പോകുമല്ലോ എന്നാണ്, അല്ലെങ്കിൽ അത് ഇനി അവസാനിക്കുമല്ലോ, അല്ലെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാവുമല്ലോ എന്നാണ് അവരുടെ അച്ഛൻ്റെ ആശങ്ക ഉണ്ടായിരുന്നുള്ളത്. ഇൻ ദാറ്റ് കേസ് ഹി വുഡ് ബി ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ ലെഫ്റ്റ് ഇൻ ദിസ് വേൾഡ്. അപ്പം അത്തരത്തിലൊരു ചിന്ത കടന്നുകൂടിയപ്പം അദ്ദേഹം തന്നെ, ഈ ഒരു മേസൺ തന്നെ, ശില്പി തന്നെ വിചാരിക്കുകയാണ്, ഇങ്ങനെ ഈ ഒരു അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഹി വുഡ് ബി ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ, അതായത് ഈ ഒരു ലോകത്തിൽ തന്നെ ഈ ഒരു ശില്പിയായിട്ട് അല്ലെങ്കിൽ കൊത്തുപണിക്കാരനായിട്ട് വരുന്ന അവസാനത്തെ വ്യക്തി ഈ ഒരു അച്ഛനായിരിക്കും എന്ന് അദ്ദേഹം തന്നെ ഓർക്കാണ് ചെയ്യുന്നത്. കാരണം എല്ലാ യങ് ജനറേഷനും വേറെ മേക്ക് മോർ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് കുറച്ചും കൂടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി മണി ഉണ്ടാക്കണം എന്നുള്ള ധൃതിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഈ ഒരു അച്ഛന് ആകുലതകൾ നിറയാണ് ചെയ്യുന്നത്. The mason, however, had a young helper, Salim, his son Aish. Salim had seen his master's passion for his art and how worried he was. He had admired his skills and secretly practiced stone sculpting at the quarry. ഇപ്പം എന്താണ്, ദ മേസൺ ഹവർ ഹാഡ് എ യങ് ഹെൽപ്പർ. ഇപ്പം നമ്മുടെ ഈ ഒരു മെയ്സണിന് കൊത്തുപണിക്കാരന് ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു. യങ് ഹെൽപ്പറാണ്, ഒരു യുവാവായിട്ടുള്ള ഹെൽപ്പർ. എന്താണ്, സലീം എന്നാണ് അവൻ്റെ പേര് വരുന്നത്. ഇയാളുടെ മകൻ്റെ അതേ പ്രായം തന്നെ ആയിരുന്നു ഈ ഒരു സലീമിനും ഉണ്ടായിരുന്നുള്ളത്. സലീം ഹാഡ് സീൻ ഹിസ് മാസ്റ്റേഴ്സ് പാഷൻ അല്ലേ, സലീം കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ആ ഒരു മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് സ്റ്റോൺ മെയ്സണെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു മെയ്സണിന് അവൻ്റെ ആ ഒരു പാരമ്പര്യത്തിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു കലയോടുള്ള അത്രയ്ക്കുള്ള അഭികാമ്യം ഈ ഒരു സലീം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം ദുഃഖിതനാണെന്നും സലീമിന് മനസ്സിലായിരുന്നു. ആൻഡ് ഹിസ് ആർട്ട് ആൻഡ് ഹൗ വറിഡ് ഹി വാസ്. ഹി ഹാഡ് അഡ്മയർഡ് ഹിസ് സ്കിൽസ് ആൻഡ് സീക്രട്ട്ലി പ്രാക്ടീസ്ഡ് സ്റ്റോൺ സ്കൾപ്റ്റിംഗ് അറ്റ് ദി ക്വാറി. ഇപ്പം എന്താണ്, ഈ ഒരു സലീമിന് തൻ്റെ ഗുരുവിനോടുള്ള തൊഴിലിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു കലയോടുള്ള അത്രയ്ക്കും പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ, മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൻ രഹസ്യമായിട്ട്, ദാറ്റ് ഈസ് സീക്രട്ട്ലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. രഹസ്യമായിട്ട് ഈ ഒരു ശില്പകല അവന് ക്വാറിയിലിരുന്നിട്ട് ശില്പകല അല്ലെങ്കിൽ ശില്പം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹി ന്യൂ ദാറ്റ് പെർഫെക്ഷൻ കം വെൻ പീപ്പിൾ ഡു തിങ്സ് ഔട്ട് ഓഫ് ലവ്. വൺ ഡേ ദ മേസൺ ഫെൽ അൺകോൺഷ്യസ് വൈൽ വർക്കിംഗ്. അപ്പോൾ എന്താണ്, അവനറിയാം, ഹി ന്യൂ ദാറ്റ് പെർഫെക്ഷൻ കംസ് വെൻ പീപ്പിൾ ഡു തിങ്സ് ഔട്ട് ഓഫ് ലവ്. എന്താണ്, സ്നേഹത്തോടെ പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിന് പൂർണ്ണത വരുമെന്ന സത്യം അവന് മനസ്സിലാക്കിയിരുന്നു. ആരാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? ഇവിടെ സലീമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അവന് രഹസ്യമായിട്ട് സീക്രട്ട്ലി ആ ഒരു കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന് മനസ്സിലായത്, നമ്മൾ എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് സ്നേഹത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആവാൻ, സമ്പൂർണ്ണനാവാൻ പറ്റുന്നതായിരിക്കുന്നു. ആൻഡ് വൺ ഡേ ദ മേസൺ ഫെൽ അൺകോൺഷ്യസ് വൈൽ വർക്കിംഗ്. എന്താണ്, വൺ ഡേ ഒരു ദിവസം മേസൺ ഫെൽ അൺകോൺഷ്യസ്. എന്താണ്, ഒരു ദിവസം പണിക്കിടെ ഈ ഒരു ശില്പി ബോധരഹിതനായി. അൺകോൺഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധരഹിതനായിട്ടാണെന്നാണ് അർത്ഥം വരുന്നത്. വൈൽ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം പണിക്കിടെ ഈ ഒരു ശില്പി ബോധരഹിതനായിട്ട് വീഴാൻ കാരണമായി.
when he regained his consciousness, he heard a hammering sound from the adjacent room. അപ്പോൾ എന്താണ്, when he regained his consciousness, അതായത് ഉണർന്നു കഴിഞ്ഞപ്പോൾ, അബോധാവസ്ഥയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ അത് മാറി ബോധാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ഹിയർഡ് എ ഹാമറിങ് സൗണ്ട്. അപ്പം എന്താണ്, ഈ ഒരു ശില്പി കേൾക്കാണ് ഹിയർഡ് എ ഹാമറിങ് സൗണ്ട്, അതായത് ചുറ്റിക വെച്ചിട്ട് അടിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ചുറ്റികേനെയാണ് നമ്മൾ ഹാമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ കാരണമായി ഫ്രം ദ അഡ്ജസൻറ്റ് റൂം, അടുത്തായി നിൽക്കുന്ന ആ ഒരു റൂമിൽ, അടുത്തുള്ള ആ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ഹാമറിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. He thought perhaps his son had returned, but when he peeped in, he saw to his pleasant surprise young Salim trying to complete his work. He was happy, at last his fears were allayed. അപ്പോൾ എന്താണ് ലാസ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്, he thought perhaps his son had returned. അപ്പോൾ എന്താണ്, ആ ഒരു സമീപത്തുള്ള മുറിയിൽ നിന്നൊരു ചുറ്റികയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം തൻ്റെ മകൻ മടങ്ങിയെത്തിയതാണെന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത്. അതാണ് ഹി തോട്ട് പെർഹാപ്സ് ഹിസ് സൺ ഹാഡ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് വെൻ ഹി പീപ്ഡ് ഇൻ ഹി സോ, പക്ഷെ എന്താണ് പീപ്ഡ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനകത്ത് കയറി നോക്കിയപ്പോൾ ടു ഹിസ് പ്ലസൻറ്റ് സർപ്പസ്, അവിടെ എന്താണ് അത്രയ്ക്കധികം സന്തോഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. യങ് സലീം ട്രൈയിങ് ടു കംപ്ലീറ്റ് ഹിസ് വർക്ക്. അപ്പം എന്താണ്, ആ ഒരു അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ സലീം, ആ ഒരു യുവാവായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ, സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുവരെ ആ ഒരു ശില്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, കൊത്തുപണി വീണ്ടും പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി ആ ഒരു സലീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഹി വാസ് ഹാപ്പി. അപ്പോൾ എന്ത് പറ്റി, ഈ ഒരു ശില്പിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരികയാണ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹിസ് ഫീവേഴ്സ് വേർ അലൈഡ്. അപ്പോൾ എന്തായി, അദ്ദേഹത്തിൻ്റെ ഭയങ്ങൾ നീങ്ങി. ഫിയേഴ്സ് വേർ അലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ അൺഹാപ്പി ആയിരുന്നു, സന്തോഷമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ഭയമൊക്കെ നീങ്ങിയിട്ടുണ്ട്, അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം തൻ്റെ മകനോടൊപ്പം തന്നെ പ്രായമുള്ളതാണ് സലീമിനും. സലീമും ഈ ഒരു യങ് ജനറേഷനിലുള്ള ആളാണ്. അവൻ പക്ഷേ എന്നിരുന്നാലും എന്താണ്, നെക്സ്റ്റ് ഒരു ശില്പിയായിട്ട് സ്വയം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത്രയ്ക്കും പാഷനേറ്റ് ആയിട്ടുള്ള, ശില്പകലയോട് അത്രയ്ക്കും ലവബിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു ശില്പിക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരികയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ചെറിയൊരു ചാപ്റ്ററാണിത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, the mason told Salim, "Go ahead, you have it in your heart." He meant that. അപ്പോൾ എന്താണ് മെയ്സൺ, ഇത് കഥയിലുള്ളൊരു ഭാഗമാണ് കേട്ടോ. നമ്മളിപ്പോൾ സമ്മറി പറഞ്ഞതിനെ കൊണ്ടാണ് ഈ ഒരു ലൈൻ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, when the mason told Salim, സലീമിനോടായിട്ട് മെയ്സൺ പറയുണ്ടായി, "Go ahead, you have it in your heart." എന്താണ്, മുന്നോട്ട് പോകൂ, നിൻ്റെ ഉള്ളിൽ അതുണ്ടെന്ന്, അതായത് നിൻ്റെ ഹൃദയത്തിൽ അതുണ്ട്. എന്താണ്, അവനൊരു മികച്ച ശില്പിയാണെന്ന് നമ്മുടെ മെയ്സൺ സലീമിനോടായിട്ട് പറയുകയാണ്. ഹി മെൻ ദാറ്റ്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്, അതിന് ശരിയായിട്ടുള്ളൊരു ആൻസർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. സലീം വാസ് വെരി ഗുഡ് അറ്റ് ചീസെല്ലിങ് സ്റ്റോൺസ്. അപ്പോൾ ചീസെല്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കൊത്തുപണി എന്നാണ്. ആ ചീസെല്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു സ്റ്റോൺസിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട്, കല്ലിനെ ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു രൂപമാക്കി മാറ്റുന്നത്, അതാണല്ലോ കൊത്തുപണി. അപ്പോൾ അതിനെയാണ് ചീസെല്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര വിദഗ്ധനായിരുന്നു, വെരി ഗുഡ് അറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദഗ്ധനായിരുന്നു. അതാണോ ആൻസർ എന്നാണ്, അല്ലെങ്കിൽ അതാണോ ഈ ഒരു ഫ്രേസ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മീനിങ് ആണോ എന്ന് നോക്കാം. അല്ല അല്ലേ, ഒബ്വിയസ്ലി ആണ്, ഇതൊരു ആൻസറായിട്ട് വരാം. പക്ഷെ അതൊന്ന് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നോക്കാം കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള കാര്യം ആണോ എന്ന്.
സലീം വാസ് എ സിൻസിയർ ആൻഡ് ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സ്മാൻ. അപ്പോൾ എന്താണ് രണ്ടാമത് പറയുന്നത്, സലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, ക്രിയാത്മകതയുള്ള ഒരു വിദഗ്ധനാണെന്ന്, ക്രാഫ്റ്റ്സ്മാനാണ്, കരകൗശല വിദഗ്ധനാണെന്ന്. അപ്പം അതാണോ? അപ്പം അതൊരു ഓപ്ഷനായിട്ടുള്ളതാണ് അല്ലെ, കുറച്ചും കൂടെ മോർ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. ഗോ അഹെഡ്, യു ഹാവ് ഇറ്റ് ഇൻ യുവർ ഹേർട്ട് എന്ന് വെച്ചെങ്കിൽ മുന്നോട്ട് പോകും. അത്രയ്ക്ക് ആത്മാർത്ഥത വേണം നമ്മൾ ചെയ്യുന്ന പണിക്ക് അല്ലേ. പിന്നെ ആണെങ്കിൽ എന്താണ്, അതിനോട് നമ്മുടെ ഉള്ളിൽ ഇഷ്ടം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശരിയല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വെക്കാം. വേറെ എന്തെങ്കിലും കൂടുതൽ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. സലീം വാസ് പാഷനേറ്റ് അബൌട്ട് സ്കൾപ്ചറിങ്. ഇതും ശരി തന്നെയാണ് അല്ലേ, പക്ഷേ കുറച്ചും കൂടി ഈ ഒരു ഫ്രേസിന് പറ്റിയതല്ല. സലീം വാസ് പാഷനേറ്റ് അബൌട്ട് സ്കൾപ്ചറിങ്, ശില്പകലയോട് പാഷനേറ്റ് ആണ്. സലീം ലവ്ഡ് ആൻഡ് റെസ്പെക്ട് ദി ഓൾഡ് സ്റ്റോൺ മേസൺ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് തെറ്റാന്ന് വേണമെങ്കിൽ പറയാം. കാരണം സലീം തീർച്ചയായിട്ടും സലീം ആ ഒരു കൊത്തുപണിക്കാരനെ സ്നേഹിക്കുന്നുണ്ട്, ഓൾഡ് മേസനെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷമല്ല ഈ ഒരു ഫ്രേസ് അവരോട്, ഈ ഒരു കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, സലീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മാർത്ഥതയും ക്രിയാത്മകതയും കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ബി ആണ്. സലീം വാസ് എ സിൻസിയർ ആൻഡ് ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സ്മാൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഡസ് ദി മേസൺ ടെൽ സലീം ദർ ഇസ് നത്തിങ് ഐ ക്യാൻ ടീച്ച് യു. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് പറയേണ്ടത്? വൈ ഡസ് ദി മേസൺ ടെൽ സലീം, എന്തുകൊണ്ടാണ് സലീമിനോടായിട്ട് മേസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദർ ഇസ് നത്തിങ് ഐ ക്യാൻ ടീച്ച് യു, നിനക്ക് ഞാൻ ഒന്നും തന്നെ പഠിപ്പിക്കേണ്ടതില്ലെന്ന്. അപ്പോൾ ഇത് രണ്ട് രീതിയിലെടുക്കാം, പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. നിനക്ക് ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇതിൽ. പക്ഷേ ഈ ഒരു പോസിറ്റീവായിട്ട് എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? നിനക്ക് ഞാനൊന്നും പഠിപ്പിക്കേണ്ടതായിട്ടില്ല എന്ന് പറയുമ്പോൾ, കാരണം അവൻ അതിൽ അതിവിദഗ്ധനായിട്ടുണ്ട്. ഇനി ഒന്നും തന്നെ വേറൊരാളുടെ അടിയിൽ പോയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഇതിലൂടെ മേസൺ പറഞ്ഞു വെച്ചിട്ടുള്ളത് സലീമിനോടായിട്ട്. അതായത് എന്താണ്, ബിക്കോസ് ഹി റെക്കഗ്നൈസ് സലീംസ് നാച്ചുറൽ ടാലൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ ടു ദ ക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇഫ് യു വെർ ഇൻ സലീംസ് പ്ലേസ് വാട്ട് വുഡ് യു ടു ഡു ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓൾഡ് സ്റ്റോൺ മേസൺ ആൻഡ് ഹിസ് സൺ. അപ്പോൾ എന്താണ്, ഇത് ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആണ്. അത് നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് എന്ത് വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഫസ്റ്റ് പറയാം. ഇഫ് യു വേർ ഇൻ സലീം പ്ലേസ്, ഇഫ് യു വേർ ഇൻ സലീംസ് പ്ലേസ്, അതായത് സലീമിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ വാട്ട് വുഡ് യു ഡു ടു ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓൾഡ് സ്റ്റോൺ മേസൺ ആൻഡ് ഹിസ് സൺ. സലീമിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനത് പറഞ്ഞുതരാം എന്ത് ചെയ്യാം. കാരണം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ്സ്മാൻ ആണ് അല്ലേ. അപ്പം അദ്ദേഹത്തിനോട് പറയണം, യങ് ജനറേഷനിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, എന്നിരുന്നാൽ പോലും എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരമ്പര്യവും പിന്നെ എന്താണ് ആ ഒരു യങ് സണ്ണിന് കുറച്ചും കൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ചും കൂടി മോർ പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആണ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ എന്ന് പറഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ. ഒരു ശില്പീൻ്റെ കഥയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. എനിവേ എൻ്റെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.